മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 3rd ചാപ്റ്ററായ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാണ്. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് തന്നെ നമുക്കറിയാം, അതെന്താണ്, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോട്ടോസിന്തസിസ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കെമിക്കൽ റിയാക്ഷനാണ് എന്ത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോസിന്തസിസിലൂടെ എന്താണ് ചെയ്യുന്നത്, പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റും കൂടി ചേർന്നിട്ട് എന്താണ് പുറത്തേക്ക് വിടുന്നത്, ഗ്ലൂക്കോസും ഓക്സിജനും പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് CO2 ആണ്. അതിൻ്റെ കൂടെ ലൈറ്റും കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇവിടെ എന്താണ്, ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. ഓക്സിജൻ്റെത് എന്താണ്, O2 ആണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു 6 കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിലെ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് ഒന്നുമില്ല, നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ റിയാക്റ്റൻറ്റ് സൈഡിൽ എത്രയാണോ ആറ്റംസ് ഉള്ളത് അത്ര തന്നെ എന്തായിരിക്കണം, പ്രൊഡക്റ്റ് സൈഡിലും ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ ടോട്ടൽ എത്ര ഓക്സിജൻ ആറ്റമാണോ അത്രയും ഓക്സിജൻ ആറ്റം തന്നെ പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടാവും. അതുപോലെ എത്ര കാർബൺ ആറ്റമാണോ റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്, അങ്ങനെ എന്തൊക്കെയാണോ റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്, ഏതൊക്കെ ആറ്റംസ് ആണോ റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത് ആ ആറ്റംസിൻ്റെ അതേ അളവിൽ തന്നെ പ്രൊഡക്റ്റ് സൈഡിലും ഉണ്ടായിരിക്കുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ബോക്സിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോട്ട്സിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇവിടെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മിന്നാമിനുങ്ങിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതെന്തുകൊണ്ടാണ് അവിടെ ആ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസിഫറിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫോർമേഷൻ കൊണ്ടാണ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഓക്സിജൻ്റെയും ലൂസിഫറിൻ്റെയും റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ലൂസിഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഈ ഒരു ഫയർഫ്ലൈസിൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അതും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ലൂസിഫറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫോർമേഷൻ കാരണമാണ് അവിടെ ഇങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ഫയർഫ്ലൈനെ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് ഹീറ്റൊന്നും അങ്ങനെ അനുഭവപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിനോമിനേനെ നമ്മൾ ബയോലൂമിനൻസൻസ് എന്നാണ് പറയുക. ഇവിടെ 95% എന്താണ്, എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ ഫോമിൽ, ലൈറ്റിൻ്റെ ഫോമിലായിട്ടാണ് ഇത് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫയർഫ്ലൈ ഗ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഹീറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫെൽട്ട് ആകാത്തത്, അതായത് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫുഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ. അതുപോലെ തന്നെ അവിടെ നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. അതായത് ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകും. ഇപ്പോൾ ഗ്ലൂക്കോസ് എന്താണ് ചെയ്യുന്നത്, അത് സ്റ്റാർച്ചിൻ്റെ ഫോമിലായിട്ട് ലീവ്സിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിലും എന്താണ് സ്റ്റോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത്
സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഗ്രേ കളറായിട്ട് മാറും. അതിന് കാരണം എന്താണ്, സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ്, അത് എന്താണ് ഗ്രേ കളറായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസിനെയും നമ്മൾ എന്ത് പറയും, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസിഷൻ നടന്നിട്ട് സിൽവറും ക്ലോറിനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്, അത് അറ്റ്മോസ്ഫിയറിൽ എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു സിൽവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേ കളറിലാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള 2 വാച്ച് ഗ്ലാസ് എടുത്ത് രണ്ടിലും അല്പം എന്ത് ചെയ്യുക, സിൽവർ ബ്രോമൈഡ് ഇടുക. എന്നിട്ട് ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യുക. അല്പം നേരം നിങ്ങൾ സൺലൈറ്റിൽ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് ഈ സൺലൈറ്റിൽ തുറന്ന് വെക്കുന്ന സമയത്ത് ഗ്ലാസ്സിലുള്ള ഈ ഒരു പദാർത്ഥം എന്താണ്, ഇളം കറുപ്പ് നിറമായിട്ട് മാറുന്നു. എന്നാൽ കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞു വെച്ച ഗ്ലാസ്സിനോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണ് സിൽവർ ബ്രോമൈഡിൻ്റെ കളറിന് വ്യത്യാസം വന്നത്, ചേഞ്ച് വന്നത്? അപ്പോൾ ഈ ഒരു സൺലൈറ്റിൽ തുറന്ന് വെച്ച വാച്ച് ഗ്ലാസ്സിലുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ നിറമാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് എനർജി ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു എനർജി ചേഞ്ചിന് കാരണം എന്താണ്? അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് എനർജി. അപ്പോൾ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് സിൽവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഈ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ മറന്നുപോയിരിക്കും. അതായത് ഇവിടെ ഈ സൺലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ സിൽവർ ബ്രോമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോമൈഡ് എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ സിൽവറും ബ്രോമിനുമായിട്ട് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു സിൽവർ മാത്രം ബാക്കി വരും, ബാക്കി ബ്രോമൈഡ് എന്ന് പറയുന്നത് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മരുന്നുകളൊക്കെ നമുക്ക് കാണാം, ഇംഗ്ലീഷ് മരുന്നൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്, ബ്രൗൺ ബോട്ടിൽസിലായിരിക്കും അധികവും കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈറ്റ് കിടക്കുന്ന ഈ ബോട്ടിലിലെ മരുന്ന് എന്താണ് ചെയ്യുന്നത്, അതിലൊക്കെ എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസുകൾ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് അവയുടെ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് കടക്കാത്ത കുപ്പികളിൽ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റുകൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ഈസ് നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എനർജിയെ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പഠിച്ചോ, ചില മരുന്നുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മരുന്നുകളും കെമിക്കൽസും ഒക്കെ എന്താണ് ഇവിടെ ബ്രൗൺ ബോട്ടിൽസ് അല്ലെങ്കിൽ ഇരുണ്ട ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്ററാണ്, ലൈറ്റിനൊരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇതുപോലെ ഇരുണ്ട കുപ്പിയിലെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും, എന്നിട്ട് അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ആ ഡീകമ്പോസിലൂടെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൗൺ ബോട്ടിൽസ് അഥവാ ഇരുണ്ട കുപ്പികളിൽ നമ്മൾ ഇത്തരത്തിൽ സ്റ്റോറേജ് നടത്തുന്നത്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗറിൽ കണ്ടതുപോലെ തന്നെ സെറ്റപ്സ് ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യുക. ഈ ഒരു സെറ്റപ്പിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇവിടെ കോപ്പർ സൊല്യൂഷൻ്റെ കളറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്താണ്, ബ്ലൂ കളറിലാണുള്ളത്. അപ്പോൾ എന്താവും, അത് ക്രമേണ എന്താവും, പച്ച നിറമായിട്ട് ഗ്രീൻ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു
കാർബൺ റോഡ്സ് ഉണ്ട്. കാർബൺ റോഡ്സിന് എന്താണ് സംഭവിക്കുന്നത്, അവിടെ വന്നിട്ട് കോപ്പർ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ കളറിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ റോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ റോഡിൽ വന്നിട്ട് നിക്ഷേപിക്കപ്പെടുകയും അപ്പോൾ ആ സൊല്യൂഷനിൽ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുക എന്നുള്ളത് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഈ കാർബൺ റോഡ് വെറുതെ വെച്ചിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഏത് എനർജിയാണ് ഈ ഒരു കെമിക്കൽ ചേഞ്ചിന് കാരണമായത്? ഈ ഒരു എനർജി അബ്സോർബ് ചെയ്യുകയാണോ അല്ലെങ്കിൽ പുറത്തു വിടുകയാണോ, അതായത് ലിബറേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇലക്ട്രിക് എനർജി ഇവിടെ എന്താണ്, ഇവിടെ ഇലക്ട്രിക് എനർജിയാണ് ഇവിടെ കെമിക്കൽ ചേഞ്ചിന് കാരണമാകുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്താണ് കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു സബ്സ്റ്റൻസ് ഡീകമ്പോസിന് വിധേയമാകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബീക്കറിൽ നേർപ്പിച്ച ഡൈലൂട്ടായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. ഇതിൽ ഒരു കോപ്പർ റോഡും അതുപോലെ തന്നെ സിങ്ക് റോഡും എന്ത് ചെയ്യുക, ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു റോഡ് നമ്മൾ ഈ ഒരു റോഡില്ലേ, കണക്ട് LED ടു ദ റോഡ്സ് യൂസിങ് കോപ്പർ വയർ. ഈ റോഡുമായിട്ട് LED കണക്ട് ചെയ്യുക കോപ്പർ വയർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് LED കത്താൻ എന്തായിരിക്കും കാരണം? ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടായത് കൊണ്ടാണ് LED എന്ത് ചെയ്യുന്നത്, ഗ്ലോ ആകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെയുള്ള എനർജി ചേഞ്ച് ഉണ്ടാകുന്നത്? മെറ്റൽസിലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം. ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺ, അതായത് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ തന്നെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ലെമൺസ് ഉണ്ട്, പിന്നെ എന്താണ്, ഒരു കോപ്പർ റോഡും സിങ്ക് സ്ട്രിപ്പും ഫിഗറിൽ കണ്ടതുപോലെ എന്ത് ചെയ്യുക, അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ സിങ്ക് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ലെമണിന് പിന്നെ എന്ത് ചെയ്യുക, കോപ്പർ റോഡ് നെക്സ്റ്റ് ലെമൻ്റെ കോപ്പർ റോഡുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്ട് ദ കോപ്പർ റോഡ് ഓൺ ദ ഫസ്റ്റ് ലെമൺ ടു ദ സിങ്ക് സ്ട്രിപ്പ് ഓഫ് ദ ലാസ്റ്റ് ലെമൺ. എന്നിട്ട് അതായത് ഇവിടെ ഒരറ്റത്തെ നാരങ്ങയിലുള്ള സിങ്ക് സ്ട്രിപ്പ് മറ്റേ അറ്റത്തിലുള്ള നാരങ്ങയുടെ കോപ്പർ സ്ട്രിപ്പുമായിട്ട് എന്ത് ചെയ്യുക, ഒരു കണക്റ്റിംഗ് വയർ വഴി LED കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, LED ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ LED ഗ്ലോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറുനാരങ്ങയിലുള്ള ആസിഡ് ഏതാണ്, സിട്രിക് ആസിഡാണ്. അതിൻ്റെ ഒരു അംശമുണ്ട്. അതുപോലെ തന്നെ അവയിൽ അടങ്ങിയിരിക്കുന്ന എന്തുണ്ട്, ജലാംശം, അതായത് വാട്ടർ കണ്ടൻറ്റ് ഇറക്കി വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റൽ, അതായത് മെറ്റൽ ഏതൊക്കെയാണ് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്, സിങ്കും കോപ്പറും. അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് മൂലം അവിടെ എന്തുണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. അങ്ങനെ എന്താണ്, LED ഗ്ലോ ചെയ്യും. അപ്പോൾ LED ഗ്ലോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്നുള്ളത് നമ്മളിപ്പം പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനിൽ ഏതാണ് റിയാക്റ്റൻറ്റ്, ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് എഴുതണം. അതുപോലെ എൻഡോതെർമിക് ഏതാണ്, ഇതിൽ എക്സോതെർമിക് ഏതാണെന്ന് എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻഡോതെർമിക്, എന്താണ് എക്സോതെർമിക് എന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് വേണം ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ്, എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം, ഒരു മെറ്റൽ
അതായത് മെറ്റൽ ഒബ്ജക്റ്റുകളിൽ മറ്റ് മെറ്റലുകളുടെ കോട്ടിംഗ് ആകുന്നതിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിന്, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് അറേഞ്ച്മെൻറ്റ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ എ റിങ് എന്നാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു സിൽവർ റോഡ് അതുപോലെ തന്നെ അയൺ റോഡും നമ്മൾ ബാറ്ററിയുമായി ഫിഗർ ഉള്ളതുപോലെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ അയൺ റിങ് എന്താണ് സംഭവിക്കുന്നത്? ഈ സിൽവർ മെറ്റലിൻ്റെ നേർത്ത പാളി, അതായത് തിൻ ലെയറിനെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കോപ്പറാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ റോഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? കോപ്പർ റോഡ് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ആസിഡ്, ആൽക്കലി, സാൾട്ട്, അതിൻ്റെ മോൾട്ടൺ ഫോംസ്, അതിന് എന്താണ് പറയുക? അക്വസ് സൊല്യൂഷൻസ്. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. എക്സാമ്പിളായിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ്, കോപ്പർ നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റ് ഇതൊക്കെ എടുക്കാം. ദ റോഡ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ പോൾസ് ഓഫ് ദ ബാറ്ററി. ഏത് റോഡിൻ്റെ കണക്ട് ചെയ്യുന്നു ബാറ്ററിൻ്റെ പോൾസിന്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇലക്ട്രോലൈറ്റിലേക്ക്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? ഇലക്ട്രോഡ്സ് എന്ന് പറയും. യൂസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കവേർഡ് ഓർണമെൻറ്റ്, പ്രിവെൻറ്റ് കൊറോഷൻ. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനർജി എന്ന് പറയുന്നത് ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി ഇതിൻ്റെയൊക്കെ ഫോമിലാണ്. അത് നമുക്ക് കെമിക്കൽ റിയാക്ഷനിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എനർജീനെ അബ്സോർബ് ചെയ്യുന്നതിന് എൻഡോർജനിക് റിയാക്ഷൻ എന്നും എനർജീനെ ലിബറേറ്റ് ചെയ്യുന്നതിന് എക്സോർജനിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. ഇവിടെ കുറച്ച് കെമിക്കൽ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ കെമിക്കൽ ചേഞ്ചിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നീഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അവിടെ എന്താണ്? അവിടെ ഏത് എനർജിയാണ്? ഹീറ്റാണ്. ഹീറ്റ് എന്താണ് ചെയ്യുന്നത്? ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പൊട്ടാസ്യം പെർമാഗ്നേറ്റിന് ഡീകമ്പോസിഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമ്പോഴോ അവിടെ എന്താണ്? എനർജി എന്ന് പറയുന്നത് എന്താണ്? ലിബറേറ്റ് ചെയ്ത് പോവുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ലൈറ്റുമായിട്ടാണ് റിയാക്ഷൻ. അതായത് അവിടെ എനർജി എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുകയാണ്. ഡീകമ്പോസിഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആകുമ്പോൾ അവിടെ അതായത് ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഡീകമ്പോസിഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഒബ്സർവ് ചെയ്യുന്നു. റിലേഷൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴോ അവിടെ എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് എനർജിയുടെ ആ ഒരു ഫോമിലാണോ ആ ഒരു പ്രവർത്തനത്തിൽ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് ആ ഒരു എനർജി ഫോമിൻ്റെ പേരിലായിരിക്കും ഈ ഒരു റിയാക്ഷൻ അറിയപ്പെടുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ കുറച്ച് റിയാക്ഷൻസും അത് ഏത് കെമിക്കൽ റിയാക്ഷൻ്റെ ഫോമിലാണ് വരുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഹീറ്റിംഗ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ ഹീറ്റ് ചെയ്യുന്നത് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷനാണ്. ഇനി ന്യൂട്രലൈസേഷൻ എന്ന് പറയുമ്പം എക്സോതെർമിക് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് വരുന്നത്. കമ്പോസിഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇനി റിലേഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് മെറ്റൽ ആണെങ്കിലോ അതും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോപ്ലേറ്റിംഗും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ പെടുന്നതാണ്.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ പറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എനർജി സോഴ്സ് ആണ് എന്ത് പറയുന്നത്, സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സെൽസിൻ്റെ പേരും അതുപോലെ തന്നെ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാണ് ഈ ഒരു സെല്ല് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ സെല്ലിൻ്റെ പേരും ആ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ പേരും നിങ്ങൾ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിലാണെങ്കിലും എക്സാമിനൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവയിൽ ഭൂരിഭാഗവും ഉപയോഗശേഷം നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില സെല്ലുകൾ വീണ്ടും നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവയിൽ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്, നിക്കൽ, കാഡ്മിയം, സെൽ, ലിഥിയം, അയൺ ഇവയൊക്കെയാണ്.